തട്ടക്കൽ റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ടിട്ട് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. BJP ഒക്കെ ശക്തമായിട്ട് ഇതൊരു ഹിന്ദു സമൂഹത്തിനെതിരെയുള്ള വെല്ലുവിളിയാണെന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് വിഷയത്തെ കാണുന്നത്? അല്ല, അതൊക്കെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് അത് പ്രശ്നം വഷളാക്കി കളഞ്ഞു. തൃശ്ശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തന്നെ അവിടെ ആരോപണ വിധേയനായ ഒരാളെ ഏൽപ്പിച്ചത്. ആ ഉദ്യോഗസ്ഥ നേതൃത്വത്തിലാണല്ലോ ക്രമീകരണങ്ങളെല്ലാം നടത്തിയത്. അതേ ഉദ്യോഗസ്ഥനെ തന്നെ അന്വേഷിക്കാനും ഏൽപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന് എതിരായിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്താണ് റിപ്പോർട്ടിൻ്റെ സത്യാവസ്ഥ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവരത് കലക്കാൻ നേതൃത്വം കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. നടത്തുന്നവർ തന്നെ ഇത് കലക്കാൻ നേതൃത്വം കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. അപ്പോൾ അത്തരം റിപ്പോർട്ട് മാത്രമല്ല, ഇത് DGP അംഗീകരിക്കാത്ത റിപ്പോർട്ടാണെന്നാണ് ഞങ്ങൾക്ക് കേട്ടത്. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ പ്രസക്തിയുള്ളത്. ആ റിപ്പോർട്ട് ഇപ്പം പുറത്തുവിടേണ്ട കാര്യം എന്താണ്? ആ റിപ്പോർട്ട് പുറത്തുവിടാൻ എന്ത് ആവശ്യത്തിനാണ് ഇപ്പോൾ പുറത്തുവിട്ടത്? മനസ്സിലാവുന്നില്ല എന്താ ലക്ഷ്യം എന്നുള്ളത്. തൃശ്ശൂർ പൂരത്തിൻ്റെ റിപ്പോർട്ട് DGP അംഗീകരിക്കാത്ത റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ കാരണം എന്താണ്? ആരാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് പോലീസിനെ? ഇപ്പോഴും ദുരൂഹമാണത്. തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ അവരുടെ നടപടി വളരെ തീർത്തും ദുരൂഹമാണ്. ഈ ബലഗാവി സമ്മേളനത്തിൽ 2 പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു പറഞ്ഞു. ഒന്ന് ഈ ജനാധിപത്യ സംവിധാനങ്ങൾ അട്ടിമറിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് സൂചിപ്പിച്ചപ്പോൾ മനസ്സിലായത്. എന്താണ് 2 പ്രമേയങ്ങളുടെ വിഷയം? അത് പറയാൻ പറ്റുമോ? അല്ല, ഒന്ന് പ്രമേയങ്ങൾ മഹാത്മാഗാന്ധിയുടെ ലെഗസി, ആ ഗാന്ധിയൻ ഫിലോസഫിയും ഗാന്ധിയൻ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളാണ്. മറ്റൊന്ന് സമകാലീന രാഷ്ട്രീയ സംഭവവികാസങ്ങളും ബൽഗാവി സമ്മേളനവുമായി കണക്ട് ചെയ്യപ്പെടുന്ന സ്ഥിതിഗതികൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് മഹാത്മാഗാന്ധിയുടെ 1924 പ്രസംഗം തന്നെ വ്യക്തമായിട്ടും ജാതിചിന്തകൾക്കെതിരായിട്ട്, അതുപോലെ തന്നെ പിന്നെ തീണ്ടലും തൊട്ടുകൂടായ്മയ്ക്കുമെതിരായിട്ട്, അൺടച്ചബിലിറ്റിക്കെതിരായിട്ട്, ജാതി വ്യവസ്ഥ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന വിഭജനങ്ങൾക്കെതിരായിട്ട്, ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട്, ഇതൊക്കെയുള്ള പ്രസംഗമായി 100 വർഷം മുമ്പ് നടത്തിയ കോൺഗ്രസ് സമ്മേളനത്തിൽ നടത്തിയതാണ് അദ്ദേഹം. ഇന്നും അത് പ്രസക്തിയോടെ നിൽക്കുകയാണ് ഈ കാലത്ത്. ഇപ്പോഴും ഇന്നലെ നേതാവ് രാഹുൽ ഗാന്ധി പോയത് 2 ഹരിജനങ്ങളെ, 2 ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകളെ കസ്റ്റഡിയിൽ ഒരാളെ കൊന്നു, മറ്റൊരാൾ വേറെ കൊന്നു. അതിനെതിരായിട്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദളിത് പീഡനങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അംബേദ്കർക്കെതിരായിട്ടുള്ള ആക്രമണം നമ്മൾ കണ്ടു. ആ ആക്രമണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലത്ത് ആ ഗാന്ധിയൻ ഫിലോസഫിയിൽ നിന്നുകൊണ്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിലയിരുത്തലായിരിക്കും CWCയിലുണ്ട്. 2025 സംഘടനാപരമായിട്ടുള്ള പുനഃസംഘടനയുടെ വർഷമായിരിക്കും എന്നാണ് താങ്കൾ പറഞ്ഞത്. അഴിച്ചുപണി ഉണ്ടാവും തീർച്ചയായിട്ടും. എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ കഴിഞ്ഞ വർക്കിംഗ് കമ്മിറ്റി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് സ്റ്റേറ്റുകളോട് കലണ്ടർ തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് മണ്ഡലം കമ്മിറ്റികൾ, ബൂത്ത് കമ്മിറ്റികൾ, പിന്നെ അതുപോലെ തന്നെ നിയോജകമണ്ഡലം കമ്മിറ്റികൾ, DCCകൾ, ഇതെല്ലാം പേരിന് ഉള്ള കമ്മിറ്റികളല്ലാതെ വളരെ ശക്തമായി സുസജ്ജമായി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള പുനഃക്രമീകരണ പ്രക്രിയയായിരിക്കും 2025 നടക്കാൻ വേണ്ടി പോകുന്നത്. അത് സംസ്ഥാന തലത്തിലുണ്ടാകും, അത് മുകളിൽ AICC തലത്തിലുണ്ടെങ്കിൽ അതുകൂടി ഉണ്ടാകും. അല്ല, തലപ്പത്തിലെ കേരളത്തിലെ അഴിച്ചുപണി എന്ന് പറഞ്ഞാൽ ഈ അഴിച്ചുപണി എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ അഴിച്ചുപണിയാണ്. തലപ്പത്ത് വേണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ ആ സന്ദർഭങ്ങളിൽ തീരുമാനിക്കുന്ന കാര്യമല്ലേ. ഞാൻ തലപ്പത്തെ കാര്യമല്ലല്ലോ പറഞ്ഞത്. താഴെ മുതൽ മുകളിലേക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടും. മറ്റു കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ ലീഡർഷിപ്പിന് ഏത് സമയത്തും എടുക്കാവുന്ന തീരുമാനങ്ങളാണ്.